ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു അൺസീൻ വേവ്സ്. ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു സാധനം കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എന്താ നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. കണ്ടപ്പോൾ മനസ്സിലാവുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഇതാണ് നമ്മുടെ ലോബ്സ്റ്റർ. ഇതിനി പുറത്തേക്ക് എടുക്കാൻ ഞാൻ ഒരു തുണി വെച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത്. കുറച്ച് ടെൻഷനുണ്ട്, കടിക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. കേട്ടോ, എൻ്റെ കയ്യിൽ ഈ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുള്ള കാരണം വലിയ കുഴപ്പമില്ല. ഇറ്റ്സ് ആക്ച്വലി ഹ്യൂജ്. എൻ്റെ കൈ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സൈഡിൽ ചിലപ്പോൾ അറിയാൻ പറ്റും. കേട്ടോ, ഇത്രയും സൈസ് ഉണ്ട്. നമുക്ക് അടുത്തത് ഇനി എടുക്കാം. എനിക്ക് പേടിയുണ്ട്. എങ്ങനെ എടുക്കും? എങ്ങനെ എടുക്കും നമ്മളിതിനെ? ഇവൻ്റെ കൈ ഇവൻ്റെ മേത്തേക്ക് ഇരിക്കണം. അതാണ് എൻ്റെ പ്രശ്നം. എനിക്ക് എടുക്കണം. അയ്യോ, എങ്ങനെ എടുക്കും? കണ്ടോ, ഇത്ര സിമ്പിളാണ്. ഇതിനെയാണോ നിങ്ങൾ പേടിക്കണേ? പേടിക്കണ്ട കേട്ടോ. ഇനി അടുത്തത്, ഇവനാള് ഭീകരനാന്ന് തോന്നുന്നുണ്ട്. സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എങ്ങനെ എടുക്കും? ഒന്നുമില്ല, നേരത്തെ എടുത്ത പോലെ എടുത്താൽ മതിയാനു. കണ്ടോ കണ്ടോ കണ്ടോ, ഭീകരനാണ്. അങ്ങനെ ഇവിടെ നിങ്ങൾ കൂട്ടായിട്ടിരിക്കും. നമ്മുടെ ലാസ്റ്റ് ഒന്ന് സാഡായിട്ടിരിക്കുകയാണ്. എന്താ എന്നെ എടുക്കാത്തതെന്ന് ഒന്നുമില്ല. എനിക്ക് പേടി ചെയ്തുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അങ്ങനെ അമ്മാരാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റാർസ്. ഇതിൻ്റെ സൈസ് ഇങ്ങനെ, ഇതൊരു കൗണ്ടർ ടോപ്പിൽ കഴിഞ്ഞ് വെച്ചേക്കാണ്. സൈസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അത് എൻ്റെ കൈ ഞാൻ സൈഡിൽ വയ്ക്കാം. ഇവരൊക്കെ ടെയിൽ ഇങ്ങനെ മടക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ ഹാർബറിയിൽ നിന്ന് പിടിച്ചതാണ്. നമ്മുടെ ഒരു നെയ്ബർ കൊണ്ടുവന്ന് തന്നതാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രഷ് ലോബ്സ്റ്റർ വരുമ്പോൾ ഞങ്ങൾക്ക് വേണമെന്ന്. അപ്പോൾ ആണെന്ന് കൊണ്ടുവന്നതാണ്. സോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ലോബ്സ്റ്ററിനെ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഒരു തവണ ക്യൂബയിൽ പോയ സമയത്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു റോക്ക് ലോബ്സ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇത് എന്ത് ലോബ്സ്റ്ററാണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ആളോട് ചോദിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഞാനിതിലൊരു ലോബ്സ്റ്ററിൽ കുക്ക് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ 4 ലോബ്സ്റ്ററാണുള്ളത്. അപ്പോൾ ഇതിൽ ഫീമെയിലുണ്ട്, മെയിലുണ്ട്. അപ്പോൾ മെയിൽ ഏതാണെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് മെയിലാണ്, ഇതും മെയിലാണ്, ഇതും ഫീമെയിലാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, പിന്നെ ഇതിനെ തിരിച്ച് കാണിച്ചു. അതെ, ഇവിടെ വെച്ച് വയ്ക്കാം. ഇതിൻ്റെ ക്ലോസ് കണ്ടോ, അത് വലുതാണ്. പിന്നെ തിരിച്ചു വയ്ക്കട്ടെ. ഞാൻ പേടിയുണ്ട് കൈയിടുമ്പോൾ, എന്നാലും പിന്നെ വീഡിയോ നമുക്ക് എടുക്കണ്ടേ. അതുകൊണ്ട് എപ്പോഴൊക്കെ എനിക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ. കണ്ടോ കണ്ടോ കണ്ടോ, കൈയൊക്കെ പൊക്കണം. ഭാഗ്യം ഈ റബ്ബർ ബാൻഡ് പോയി കഴിഞ്ഞാൽ എൻ്റെ കഥ തീർന്നു. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. കുട്ടന്മാർ റെഡിയായി. കണ്ടോ. സോ ഇവൻ്റെ ക്ലോവ് കണ്ടോ, ഇതാണ് ഫീമെയിൽ. അപ്പോൾ ഇത് ചെറുതാണ്, ഇത് വലിയ സൈസാണ്. പിന്നെ ഫീമെയിലിൻ്റെ പാല് പുറത്തേക്ക് ഇടും. ഓ
ഈ അതായത് മെയിലിൻ്റെ ഇവിടെ കണ്ടോ, ഇത് ഈ ഭാഗം ഇങ്ങനെ ടെയിൽ കൂടിയാണ് ഇരിക്കണേ. പക്ഷെ ഫീമെയിലിൻ്റെ അത് പരന്നിട്ടാണ് ഇരിക്കുക. പക്ഷെ ഇതിപ്പോൾ മടക്കി വെച്ചാണ് കാരണം എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇത് മെയിലിൻ്റെ വലിയ ക്ലോ, ചെറിയ ക്ലോ, ചെറിയ ക്ലോ, വലിയ ക്ലോ. പിന്നെ ഇങ്ങനെ തിരിച്ചൊന്ന് വെച്ചാൽ കാല് പുറത്തേക്ക് ഇട്ടടി. എനിക്കറിയില്ല അതെങ്ങനെ പുറത്തേക്ക് വരുത്താന്ന്. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ പരന്നിരിക്കും. പക്ഷെ ഈ മെയിലിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ ചേർന്നിരിക്കും. അതാണ് വേറൊരു വ്യത്യാസം. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം പേടിയാകുന്നു. ഒന്നും ചെയ്യില്ല, എന്നാലും ഭയങ്കര പേടി. കണ്ട തന്നെ തിരിയണം. കണ്ടോ ബാക്ക് ഭാഗം കണ്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം. അപ്പോൾ നമുക്കിതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ കണ്ണ് മാത്രം കഴിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ബാക്കി എല്ലാ ഭാഗവും നമുക്ക് കഴിക്കാൻ പറ്റും. ഇവിടെയാണ് ഇതിൻ്റെ ലിവറൊക്കെ ഉള്ളത്. അതും കഴിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും കുക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഒരെണ്ണത്തിന് കുക്ക് ചെയ്ത്, ഇവനെയാണ് ഇന്ന് ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ അതിന് കുക്ക് ചെയ്യാൻ നമുക്ക് ഇവനൊന്ന് കയ്യിലെടുത്ത് കാണിച്ചു തരാം. ഇവന് ഇത്തിരി ഭീകരനാണ്. എനിക്ക് നല്ല പേടിയുണ്ട്. എന്നാലും പിന്നെ എപ്പോഴും ഈ ഒരു ചാൻസ് കിട്ടില്ലല്ലോ കാണിക്കാൻ. ഒന്നുമില്ല, പേടിക്കണ്ട. കണ്ടോ ഇവനെ വേറെ എടുക്കാം. അവൻ ഇത്തിരി എന്തോ പറ്റിയിരിക്കുകയാണ്. എല്ലാത്തിനും പറ്റുന്നുണ്ട് ഞാൻ എടുക്കുമ്പോൾ. കണ്ടോ ഫേസിന് അത്രയുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് കുക്ക് ചെയ്യാൻ എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ കുക്ക് ചെയ്യാം. ബാക്കി ഇതിനെ എടുത്ത് ഈ ബോക്സിലിടാം. അല്ലെങ്കിൽ ഇവരിങ്ങനെ നിരങ്ങി ഒരെണ്ണം ഇപ്പോൾ ഇവിടെ തെറ്റാറായി. ബാക്കടിച്ച് അവനിപ്പോൾ അപ്പുറത്തെ പറമ്പിലെത്തും. ഞാൻ ഇവരിനി തിരിച്ചും ഇതുപോലെ ഇതിനെ പിടിച്ച് തിരിച്ചിടട്ടെ. തുണിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു പേടി കൊണ്ട് വീണ്ടും ഇതൊക്കെ ഇടുന്നു കേട്ടോ മക്കളെ. ഇവിടെ മിണ്ടിയും പറഞ്ഞു കിരികി. വിട്ടിയെ കൊണ്ടുവന്നു. അയ്യോ ഓക്കെ, ഒന്നും പറ്റിയില്ല. അപ്പോൾ അതെ, ദിവയാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോണത്. നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എടുക്കണം. ആക്ച്വലി റബ്ബർ ബാൻഡ് ഊരിയിട്ട് വേണം ഇടാൻ. പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് ഞാനിതിന് നേരെ ഇടാൻ പോവാണ്. അപ്പോൾ ഞാനിനി ബാക്കി അതിനെ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. എനിക്ക് നല്ല പേടിയുണ്ട് വെള്ളം ഇതിലിടാനായിട്ട്. ചൂടിൽ സോറി. അയ്യോ പുറത്തേക്ക് പോകല്ലേ, വിളിക്ക് പോവോ. അയ്യോ മനസ്സിലായി അവന് ചാവാൻ പോവാണ്. സോറി. എന്നാലും കഴിക്കാനുള്ളൊരാഗ്രഹം കൊണ്ടാണ്. ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പാവം. ഇതൊരു 17 to 18 മിനിറ്റ് കുക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് കടലിലെ വെള്ളം എടുത്ത് സോൾട്ട് വാട്ടറിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. പക്ഷേ ഞാനിത് നമ്മുടെ സാധാ വാട്ടറിൽ പൊട്ടിട്ട് കുക്ക് ചെയ്യണം. ഇനി ഇതിന് നമുക്ക് ഒരു 17 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിൻ്റെ ഈ ക്ലോവിൻ്റെ ഇത് കൈ റബ്ബർ ബാൻഡ് മുറിച്ച് കളയണം. ഇതിങ്ങനെ കത്തിച്ചിട്ട് റബ്ബർ ബാൻഡ് പൊട്ടിച്ചു. ഇത് ഇവിടെയാണ്. ഓക്കെ, ഈ റബ്ബർ ബാൻഡ് മാറ്റി വയ്ക്കാം. ചത്തുപോയി തോന്നുന്നു ഓൾറെഡി പാവം. എൻ്റെ കൈമ കയറി പിടിക്കാമോ?
2 റബ്ബർ ബാൻഡ് ആക്കി കണ്ടോ. ഇപ്പോൾ തന്നെ ഇതൊരു ഓറഞ്ച് കളറായിട്ട് തന്നെ കണ്ടോ. ഓക്കെ, ഇന്നും കുറച്ച് നേരം അടച്ചു വയ്ക്കാം. നമുക്ക് ചെറുതായിട്ടൊരു അബദ്ധം പറ്റിയായിരുന്നു. ഞാൻ നേരത്തെ കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും വെള്ളം ഒഴിക്കരുതെന്ന് പ്രത്യേകം ആൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ മറന്നുപോയി. പക്ഷെ ഞാൻ ഇപ്പോൾ വെള്ളമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കുറച്ചും കൂടി സോൾട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് ഇതിന് കുറച്ച് നേരം കൂടി കുക്ക് ചെയ്യാം. ഓൾറെഡി ഇതിപ്പോൾ റെഡ് കളറായി വന്നിട്ടുണ്ട്. ഞാൻ മുൻപ് ലോബ്സ്റ്റർ റോളും പിന്നെ ലോബ്സ്റ്ററും കഴിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജീവനുള്ള ലോബ്സ്റ്ററിന് എടുത്ത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ ഭയങ്കര ആർഭാടായിട്ടൊന്നും ചെയ്യുന്നില്ല. ലൈക്ക് വെറുതെ ബോയിൽ ചെയ്തിട്ട് അത് ഗാർലിക് ബട്ടറിൽ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഗാർലിക് ബട്ടർ ക്യുക്കായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ലോബ്സ്റ്ററിനെ നേരത്തെ ഞാനൊന്ന് മറച്ചിട്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് തിരിച്ചിടാം. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാനത് ചെയ്യാം. വീട്ടിൽ കുക്കായിട്ട് തുടങ്ങിയിട്ടുണ്ടാകും. വൈറ്റ് കളർ വന്നിട്ടുണ്ട്. ആയിട്ടില്ല, കുറച്ചുകൂടി നമുക്ക്. ഞാൻ നേരത്തെ വീഡിയോ റെക്കോർഡ് ചെയ്തെങ്കിലും അതൊന്നും വന്നില്ല. നമുക്ക് കുറച്ച് ഗാർലിക് ബട്ടർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗാർലിക്ക് ഓൾറെഡി കുറച്ച് ചെയ്തായിരുന്നു. ഇതിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് കത്തിയെടുത്ത് മുറിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഒരാഗ്രഹങ്ങളല്ലേ, നന്നായിട്ടിങ്ങനെ നല്ല ബലപ്പിടിച്ച് ഇങ്ങനെ ചെയ്യാം. കണ്ടോ, തിന്നായിട്ട് കിട്ടും. നമ്മൾ ഗാർലിക്ക് റെഡി ആയിട്ടുണ്ട്. ലോബ്സ്റ്ററിൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഇവിടെ 2 ഫിഷർമാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്നും നോക്കുമ്പോൾ അവിടെ ബോട്ട് പാർക്ക് ചെയ്ത് കിടക്കുന്നത് കാണാറ്, വരുന്നതും പോകുന്നതും കാണാറില്ല. അപ്പോൾ ഇന്ന് പെട്ടെന്ന് അവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് അവർ വരുന്ന കണ്ടപ്പോൾ ഓടിപ്പോയി പറഞ്ഞു, നിങ്ങൾ ലോബ്സ്റ്റർ കിട്ടുകയാണെങ്കിൽ നമുക്ക് വേണം എന്ന്. അപ്പോൾ ഒരു ലോബ്സ്റ്ററും കോഡും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈവനിങ് തരാമെന്ന് പറഞ്ഞു. അവർ കറക്റ്റ് വാക്ക് പാലിച്ചു. നമുക്കിത് ഈവനിങ് ലോബ്സ്റ്ററിനെ കൊണ്ട് തന്നു. നമ്മുടെ ലോബ്സ്റ്ററിൻ്റെ ടൈമറിൻ്റെ ബീപ്പിംഗ് ആണ് കേൾക്കണേ. നമുക്ക് പോയി നോക്കാം. കുറച്ച് നേരം കൂടി കുക്ക് ചെയ്യണം. ഓവർ കുക്ക് ചെയ്യേണ്ടെന്നാണ് അവർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. റെഡ് കളറിൽ വന്നിട്ടുണ്ട്. അധികം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ എല്ലാ ഷെൽ ഫിഷിൻ്റെയും പോലെ ഇത് ചൂയി ആയി പോവും. ഇത് കുക്കായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു 2 മിനിറ്റ് കൂടി ഇടാമല്ലേ. നമ്മുടെ ഒരു ഇന്ത്യൻ ഒരിതിൽ കറക്റ്റ് സമയത്ത് നമ്മളൊന്നും കുക്ക് ചെയ്തെടുക്കാറില്ല. നമ്മൾ കുറച്ചും കൂടി ഓവർ കുക്ക് ചെയ്യണതിന് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ ഞാനിത് ഒരു 2 മിനിറ്റും കൂടി എക്സ്ട്രാ വയ്ക്കാം എൻ്റെ ഒരു സമാധാനത്തിന്. ഞാനിങ്ങനെ ഓൺ വോയിസ് വീഡിയോ ഒന്നും ചെയ്യാറില്ല. ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്തെങ്കിലും വീഡിയോ ഇടുമ്പോൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുറ്റം പറയാനായിട്ട് കുറേ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നമുക്ക് സൊസൈറ്റിയിൽ ഇങ്ങനെ പേടിച്ചതല്ല, അവരെന്ത് വിചാരിക്കും, അയ്യോ അതിട്ട് എന്താ പറ്റുക, ലൈക്ക് അങ്ങനെ നമ്മൾ എത്ര നാളങ്ങനെ ജീവിക്കും അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ സംസാരിക്കണ പോലെ തന്നെ സംസാരിക്കാമെന്ന് വിചാരിക്കണം. എനിക്ക് ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് പറയുന്ന പോലെയാണ് എൻ്റെ പേഴ്സണൽ ഫീലിംഗ്. അപ്പോൾ പക്ഷെ എനിക്ക് ഓൺ വോയിസ് എടുക്കാനുള്ള ഒരു ധൈര്യമില്ല. അപ്പോൾ എന്തായാലും ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞോളൂ. ഞാനിങ്ങനെ സംസാരിക്കുന്നതാണോ, ഓൺ വോയിസ് ചെയ്യേണ്ടതാണോ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ എന്താ പറയുക വോയിസ് കൊടുക്കുന്നതാണോ, ഏതാണ് ഇഷ്ടം അല്ലെങ്കിൽ ഏതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ എനിക്കും ഒരു ഐഡിയ കിട്ടും എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ വേഗം പോയി ഗാർലിക് ബട്ടർ ഉണ്ടാക്കട്ടെ. സംഭവം റെഡി ആയി തോന്നുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇത് ഓഫാക്കാണ്. തുറക്കുമ്പോൾ തന്നെ ഫുൾ പുകയാണ്. എന്തായാലും ഓഫ് ചെയ്തു. നമ്മുടെ ലോബ്സ്റ്റർ കുട്ടൻ ഈസ് റെഡി. ചൊകാന്ന് നമുക്കിതിനെടുത്തിട്ട് പുറത്ത് വയ്ക്കാം. അധികം വെള്ളത്തിലിടണ്ടെന്നാണ് അവർ പറഞ്ഞത്. കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതിനെ എടുത്ത് ഇങ്ങോട്ടേക്ക് വയ്ക്കാം. എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
കഴിക്കുന്നൊരു ഭംഗിയിൽ വെക്കണം. ചത്തില്ലേ ഒരു പേടി, ചത്തു. കുക്കായി കഴിഞ്ഞെങ്കിലും ചെറിയൊരു പേടിയുണ്ട് എനിക്ക് തൊടാൻ. പേടി റിയൽ. കഴിക്കുമ്പോൾ പേടിയൊന്നുമില്ല. അതായിരിക്കും നിങ്ങൾ ചിന്തിക്കണേ അല്ലേ, എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പേടിച്ച് കുക്ക് ചെയ്യണേ എന്ന്. കഴിക്കാതിരണ്ട് അതുകൊണ്ടാണ്. നിർത്തട്ടെ. സിനിമയിലെ എണ്ണം പോലൊക്കെ വന്നാൽ കിട്ടും. വാല് നീർന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ഇതൊരു മെയിലിനെയാണ് ഞാൻ കുക്ക് ചെയ്തത്. കണ്ടോ ഇതിൻ്റെ ക്ലോസ് കണ്ടോ, ഇറ്റ്സ് ബിഗ്. ഇങ്ങനെ പിടിക്കാം. പണ്ട് കാർട്ടൂൺസിൽ മാത്രമേ ഇങ്ങനത്തെ കണ്ടിട്ടുള്ളൂ. നല്ല ചൂടുണ്ട്, നല്ല ചൂടാ. ഓക്കെ നമ്മുടെ ലോബ്സ്റ്റർ കുട്ടൻ ഇനി അടുപ്പത്ത് നിന്ന് നേരെ നമ്മുടെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി കഴിച്ച് നോക്കാം എന്താണ് ഉണ്ടാവുകയെന്ന്. ഞാൻ കുറച്ച് ഗാർലിക് ബട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം. ഇപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കലാണ് മെയിൻ പണി. അപ്പം നമ്മുടെ ലോബ്സ്റ്റർ ഉണ്ട്. അയ്യോ ഇപ്പം തന്നെ നിലത്തേക്കൊക്കെയാണ്. ഇനി എങ്ങനെ പൊട്ടിക്കുന്നതാണ്. അപ്പം അവർ പറഞ്ഞതാണ് ഈ കൈയുടെ ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തൊരു ക്രൂരയാന്ന്. കണ്ടോ രണ്ടാമത്തെ കൈ. ഇനി നമ്മൾ ഇവിടെ വാല് പൊട്ടിച്ചെടുക്കണം എന്നാണ് പറഞ്ഞത്. എങ്ങനെ പൊട്ടിക്കുന്നു? കണ്ണൊഴിച്ച് ബാക്കി എല്ലാം കഴിക്കാമെന്നാണ് അവർ പറഞ്ഞത്. ഇത് എങ്ങനെ പൊട്ടിക്കണം? ഇതിങ്ങനെ ഓപ്പൺ ആക്കും എന്നാണ് പറഞ്ഞു. എന്നൊരു തോന്നൽ. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. നമ്മുടെ ക്രാബൊക്കെ പൊട്ടിക്കണ പോലെ എനിക്ക് തോന്നണം. നല്ല ചൂടുണ്ട്. ടേബിളിൽ കുറച്ച് പോയി നമുക്ക് ഇത് പൊട്ടിക്കണം. ഇത് പൊട്ടിക്കാൻ ആളെന്തോ പറഞ്ഞായിരുന്നു. ഇത് പൊട്ടിക്കണം. നമുക്ക് ഈ ഭാഗം എങ്ങനെ പൊളിക്കേണ്ടതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. മുകളിൽ നിന്ന് മുറിക്കല്ലേ. അല്ലനുണ്ട് ഇവിടെ സൈഡിൽ. ഇങ്ങനെ ആദ്യമേ തന്നെ ഇങ്ങനെ മുറിച്ചിട്ട് ഗ്രില്ലൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് അടുത്തതിന് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിക്കണം. പാടാണ്. എൻ്റെ എക്സ്പ്രഷൻസ് ഒന്നും കണ്ടാലും പേടിക്കണ്ട. നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ശരിയാക്കാം. നമുക്ക് ഇതിലും ഫ്രഷായിട്ട് ഇനി ലോബ്സ്റ്റർ മീറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. കണ്ടോ, ഇതാണ് നമ്മുടെ ലോബ്സ്റ്റർ ടെയിൽ. നമ്മുടെ ലോബ്സ്റ്റർ ടെയിൽ നമ്മുടെ ഇനി ഗാർലിക് ബട്ടറിൽ ഇട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എക്സൈറ്റഡ്. ഇങ്ങനെ ഉണ്ടാവും. നല്ലതായിരിക്കും. It's really good. ഒന്ന് കഴിക്കട്ടെ.
കുറച്ചും കൂടി ചെറിയ പീസായിട്ട് ഗാർലിക് ബട്ടർ നന്നായി ഡിപ്പ് ചെയ്ത് കഴിക്കാം. ഒരു പീസ് അലന് കൊടുത്തു നോക്കാം, ഇഷ്ടപ്പെടുന്നത് പിന്നെ മതി എന്ന് പറയാം. ബാക്കി ഇതിന് ഡീബോൺ ചെയ്യട്ടെ. ഡീബോൺ അല്ല, ഡിഷൽ. അലൻ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞത് ഇത് ഗാർലിക് ബട്ടറിൽ ഇടാത്തതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നാണ്. ഞാൻ ടെയിൽ ഊരിയെടുത്തിട്ടുണ്ടോ. ഇത് ബാക്കി എങ്ങനെ വെക്കുന്നതാണ് എൻ്റെ ഒരു സംശയം. ഈ കൈ ഞാൻ മറ്റേ ഇതിൻ്റെ ഊരിയെടുത്തു. ഇങ്ങനെ ടൂൾസ് ഒക്കെ വേണം തോന്നുന്നു. പക്ഷെ അപ്പൊ ഇവിടെയോ ഇതെന്തായാലും പൊട്ടിക്കട്ടെ. ഇല്ല, അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. ക്ലോബിന്റെ ക്ലോബല്ല, അത് തട്ടണം, മുകളിൽ വെച്ച് കൊട്ടണം എന്നാ പറഞ്ഞ. മറ്റേ അവർക്ക് മറ്റേ ഇങ്ങനെ ഞെക്കണ ടൂളുണ്ട്. നമുക്ക് ആ ടൂളില്ല. അതും വെച്ച് പൊട്ടല് വന്നു. പൊട്ടി. ഇനി എങ്ങനെ പൊട്ടിക്കും? ഉണ്ടാക്കണേക്കാളും ബുദ്ധിമുട്ട് കഴിക്കാനാണ് ഗൈസ്. വേറെ ടൂളുണ്ടെന്ന് പറയുന്നത്. നോക്കട്ടെ എങ്ങനെ പൊട്ടിക്കാം. ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഇതാന്ന് പറയുന്നത്. ഇങ്ങനെ എടുക്കും ഇതൊന്നില്ല കേട്ടോ. വെറുതെ അല്ല, നമുക്കിങ്ങനെ സീ ഫുഡ് ബ്രോയിലൊക്കെ തരുമ്പോൾ ഒരു ഏപ്രണും ഇതൊക്കെ തരുന്നേ. കണ്ടോ ക്ലോറിൻ്റെ ഉള്ളിലെ ഇറച്ചി പാത്രത്തിൽ വയ്ക്കും. ഗാർബേജ് ഇപ്പുറത്തെ പാത്രം. ഇതൊക്കെ എന്താന്ന് അറിഞ്ഞൂടാ. നെയ്യാണോ? കഴിക്കാൻ പറ്റുമോ? നല്ല ടേസ്റ്റാണ്. അതുപോലൊരു ഞാൻ ഇതിനെ മൊത്തം ഇനി തല്ലി പൊട്ടിച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെ കുറേ നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം ഒരു വിധം നമ്മളിത് റെഡിയാക്കിയെടുത്തു. നമ്മളിനി കറക്റ്റ് ടൂൾസ് വെച്ച് ചെയ്യണം. പിന്നെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയ കാരണം നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഉണ്ടോ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത്. അപ്പോൾ ഞാനിത് കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് ഒരു ലോബ്സ്റ്റർ ബിസ്ക് ഉണ്ടാക്കാനാണ് വിചാരിക്കണേ. ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും വീഡിയോ നോക്കി ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം. ഈ ക്ലോസിലെ മീറ്റ് ഭയങ്കര ടേസ്റ്റാണ്. വെരി ഗുഡ്. ഇവിടെയാണ് ഏറ്റവും ടേസ്റ്റുള്ള മീറ്റ്. അങ്ങനെയുള്ള ഈ വൈറ്റ് ഫാറ്റൊക്കെ നല്ല ടേസ്റ്റാണ്. ഉള്ളിലൊരു ഗ്രെയിനി ടെക്സ്ചറാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. ഗാർലിക് ബട്ടർ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റായിട്ട് മാറാണ്. പക്ഷെ ഒതൻറ്റിക് ടേസ്റ്റ് ഇങ്ങനെ കഴിക്കുമ്പോഴാണ്. കൊള്ളാം, എല്ലാവരും ട്രൈ ചെയ്തോളൂ. അങ്ങനെ എന്തായാലും കുറേ നാളത്തെ ഒരു ആഗ്രഹം സഫലമായി. ഞാൻ തന്നെ കൈകൊണ്ട് കുക്ക് ചെയ്ത് ലോബ്സ്റ്ററിന് കഴിക്കാൻ പറ്റി. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എനിക്ക് ടെയിലാണ് ഇത്തിരി ഗ്രെയിനി ടെക്സ്ചറായിട്ട് തോന്നിയത്. പിന്നെ ക്ലോസിലെ മീറ്റാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ കുറച്ച് അങ്ങനെ ഫാറ്റൊക്കെ പോലെയുള്ള സാധനങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. മൊത്തത്തിൽ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ടെയിൽ ഭയങ്കര ഒരു ഇത്തിരി ഗ്രെയിനി ടെക്സ്ചറായിരുന്നു. അത് മാത്രമാണ് ഞാൻ ഏറ്റവും ആദ്യം ടേസ്റ്റ് ചെയ്തത്. ആ ഭാഗമാണ്. അവിടെ ഇത്തിരി ഒരു മസ്കുലാറാണ്. പക്ഷേ ക്ലോസ് അടിപൊളിയാണ്. പക്ഷേ ടേസ്റ്റുള്ള മീറ്റ് കഴിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. അത് പൊട്ടിച്ചെടുക്കാൻ നല്ല പാടാണ്.
അങ്ങനെ ലോബ്സ്റ്റർ കഴിച്ചതിൻ്റെ വയറ് നിറഞ്ഞു. ഇനി ബാക്കിയുള്ള മീറ്റ് നമുക്ക് ലോബ്സ്റ്റർ ബിസ്ക് ഉണ്ടാക്കാം. പിന്നെ അലനിങ്ങനെ അത്ര ഒരു എന്താ പറയുക ഇഷ്ടമല്ല ഇങ്ങനെ റോ മീറ്റൊന്നും കഴിക്കാൻ. അപ്പോൾ നമുക്ക് അലന് കുക്ക് ചെയ്ത് വേറെ എന്തെങ്കിലും ഡിഷായിട്ട് കൊടുത്ത് പറ്റിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.